ഇറാനെ ചുറ്റിപ്പറ്റിയുള്ള യുദ്ധം മൂന്നാം ആഴ്ച പിന്നിടുമ്പോൾ പുറത്തേക്ക് ശക്തമായ കൂട്ടുകെട്ടായി തോന്നുന്ന അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിനകത്ത് ഒരു സൂക്ഷ്മമായ ഭിന്നത രൂപം കൊള്ളുന്നുവെന്ന സൂചനകൾ കൂടുതൽ വ്യക്തമായി ഉയരുന്നു. ചരിത്രപരമായി ഇറാനെതിരായ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും അടുത്ത സഹകരണത്തിലായിരുന്നു. എന്നാൽ ഈ സംഘർഷത്തിൽ എത്ര ദൂരം പോകണമെന്ന അടിസ്ഥാന ചോദ്യത്തിൽ തന്നെ വ്യത്യാസങ്ങൾ തെളിഞ്ഞു കാണുന്നുവെന്നാണ് റോയിട്ടേഴ്സ്, അൽ ജസീറ എന്നിവയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ മാറ്റത്തിന്റെ ആദ്യ വ്യക്തമായ അടയാളമായി കണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തുറന്ന പ്രതികരണമാണ്. ഖത്തറുമായി പങ്കിടുന്ന സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് അമേരിക്ക അകലം പാലിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതും ഇത് ചെയ്യരുതെന്ന് ഞാൻ നേരിട്ട് പറഞ്ഞിരുന്നുവെന്ന പരാമർശവും സാധാരണ നയതന്ത്ര ഭാഷയിൽ അപൂർവമായ ഒരു തുറന്ന മുന്നറിയിപ്പായി വിലയിരുത്തപ്പെടുന്നു. ഈ വിവരങ്ങൾ ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രസ്താവനയിൽ രണ്ട് പ്രധാന സന്ദേശങ്ങളാണുള്ളത്. ഒന്നാമത്, ഇസ്രായേലിന്റെ എല്ലാ നീക്കങ്ങളിലും അമേരിക്ക പങ്കാളിയല്ല. രണ്ടാമത്, സംഘർഷം ഒരു നിയന്ത്രണ പരിധിക്കുള്ളിൽ തന്നെ തുടരണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. ഇവിടെ അമേരിക്കയുടെ പ്രധാന ആശങ്കകൾ വ്യാപകമാണ്. ഇറാനെ സൈനികമായി ദുർബലപ്പെടുത്തുക എന്നത് അവരുടെ ലക്ഷ്യമാണെങ്കിലും അതൊരു വലിയ പ്രാദേശിക യുദ്ധമായി മാറുന്നത് അവർ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക്, ഗൾഫ് മേഖല, ഖത്തർ പോലുള്ള ഊർജ്ജ കേന്ദ്രങ്ങൾ എന്നിവയിൽ സംഘർഷം വ്യാപിച്ചാൽ ആഗോള എണ്ണ വിതരണം തന്നെ തകർന്നേക്കാം. ഇതിനകം തന്നെ ബ്രെന്റ് ക്രൂഡിന്റെ വില കുത്തനെ ഉയർന്നത് ലോക സാമ്പത്തിക വ്യവസ്ഥയെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതായത് ഇന്ധനവില വർധന, വിലക്കയറ്റം, തിരഞ്ഞെടുപ്പ് സമ്മർദ്ദങ്ങൾ എന്നിവ ട്രംപ് ഭരണകൂടത്തെ കൂടുതൽ ജാഗ്രതയോടെ നീങ്ങാൻ നിർബന്ധിതരാക്കുന്നു. അതേസമയം ഇസ്രായേലിന്റെ സുരക്ഷാ കണക്കുകൂട്ടൽ വ്യത്യസ്തമാണ്. അവരുടെ കാഴ്ചപ്പാടിൽ ഇറാൻ ഒരു ദീർഘകാല ഭീഷണിയാണ്. പ്രത്യേകിച്ച് ആണവ പദ്ധതി, ബാലിസ്റ്റിക് മിസൈൽ വികസനം, പ്രദേശത്തെ പ്രോക്സി സൈനിക ശക്തികൾ എന്നിവ കാരണം. അതിനാൽ ഇസ്രായേൽ ഒരു സംഘർഷത്തെ ഒരു ചരിത്ര അവസരമായി കാണുന്നു. വെറും സൈനിക ശേഷി തകർക്കുന്നത് മതിയാകില്ല. ഇറാനിലെ ഭരണകൂടത്തെ തന്നെ ദുർബലപ്പെടുത്തുകയോ മാറ്റുകയോ ചെയ്യുക മാത്രമേ സ്ഥിരമായ സുരക്ഷ നൽകുകയുള്ളൂ എന്നതാണ് അവരുടെ നിലപാട്. ഈ വിലയിരുത്തലുകൾ അൽ ജസീറ റിപ്പോർട്ടുകളിലും പ്രതിഫലിക്കുന്നു. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാറിന്റെ പ്രസ്താവന ഈ തന്ത്രപരമായ വ്യത്യാസത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചതായി കാണാം. അവർ പറഞ്ഞത് അമേരിക്കയും ഇസ്രായേലും ഒരേ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നില്ല എന്നതാണ്. ഇതൊരു സാധാരണ നയതന്ത്ര വ്യത്യാസമല്ല, മറിച്ച് യുദ്ധത്തിന്റെ ദിശയെ തന്നെ നിർണ്ണയിക്കുന്ന ഘടകമാണ്. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ ലക്ഷ്യം പരിമിതമായ സൈനിക വിജയം, നിയന്ത്രിത പിന്മാറ്റമാണെങ്കിൽ ഇസ്രായേലിന്റെ ലക്ഷ്യം വിപുലമായ മാറ്റം, ദീർഘകാല പുനഃക്രമീകരണം എന്നതിലേക്ക് പോകുന്നു. വൈറ്റ് ഹൌസിനകത്തും ഈ ഭിന്നതയെക്കുറിച്ചുള്ള ആശങ്കകൾ ശക്തമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് ഭരണകൂടം ഇപ്പോൾ ഒരു വ്യക്തമായ പുറത്തുപോകൽ തന്ത്രം തേടുകയാണ്. യുദ്ധം നീണ്ടു നിൽക്കുമ്പോൾ അത് അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയും സാമ്പത്തിക നിലയെയും രാഷ്ട്രീയ സ്ഥിരതയും ബാധിക്കുമെന്ന തിരിച്ചറിവാണ് ഇതിനു പിന്നിൽ. മറുവശത്ത് ഇസ്രായേൽ കൂടുതൽ സമയം ലഭിക്കുമ്പോൾ ഇറാന്റെ സൈനിക രാഷ്ട്രീയ ഘടനകളെ ആഴത്തിൽ തകർക്കാൻ കഴിയുമെന്ന് കരുതുന്നു. സ്ഥിരത എന്ന വാക്ക് അമേരിക്കയ്ക്കുള്ള പ്രാഥമികതയായിരിക്കുമ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിർണായക മാറ്റമാണ് ഇസ്രായേലിന്റെ മുൻഗണന. ഇത് ആക്സിയോസ് റിപ്പോർട്ടുകളിലും സൂചിപ്പിക്കുന്നു. വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ യുദ്ധം തുടക്കം മുതൽ തന്നെ ഏകീകൃത തന്ത്രമല്ലാത്ത ഒരു കൂട്ടുകെട്ടിന്റെ ഫലമാണെന്നാണ്. അമേരിക്ക പല ഘട്ടങ്ങളിലും ലക്ഷ്യങ്ങൾ മാറ്റിയതായി വിമർശനമുണ്ട്. ആദ്യം ഭരണമാറ്റം, തുടർന്ന് ആണവ പദ്ധതി, പിന്നീട് മിസൈൽ ശേഷി എന്നിങ്ങനെ. ഇത് വ്യക്തമായ ദിശയില്ലായ്മയെ സൂചിപ്പിക്കുന്നു. അതേസമയം ഇസ്രായേൽ കൂടുതൽ സ്ഥിരതയുള്ള പക്ഷെ കടുത്ത ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ചോദ്യം, ഈ വ്യത്യാസങ്ങൾ എത്രത്തോളം വലുതാകുമെന്നതാണ്. ഇപ്പോൾ ഇത് തന്ത്രപരമായ അഭിപ്രായ വ്യത്യാസം മാത്രമായിരിക്കാം. എന്നാൽ യുദ്ധം കൂടുതൽ വഷളായാൽ, പ്രത്യേകിച്ച് ഖത്തർ, ഗൾഫ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രാദേശിക ശക്തികൾ നേരിട്ട് ഉൾപ്പെടുകയാണെങ്കിൽ ഈ വ്യത്യാസം ഒരു തുറന്ന രാഷ്ട്രീയ പിളർപ്പായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, ആഗോള ശക്തി സമവാക്യങ്ങളെയും പുനർനിർമ്മിക്കാൻ ഇടയാകും. അവസാനമായി, അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും തകരാത്ത ശക്തമായ കൂട്ടുകെട്ടാണ്. എന്നാൽ ഒരേ ശത്രുവിനെ നേരിടുമ്പോഴും എങ്ങനെ ജയിക്കണമെന്ന ചോദ്യത്തിലുള്ള വ്യത്യാസം ഈ ബന്ധത്തിന്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുന്നതെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്.